ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നിലവിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ആദ്യം തന്നെ നോക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഡോ ജോൺസ് ഫ്യൂച്ചർ S&P 500 നാസ്ഡാക്ക് നോക്കുമ്പോഴത്തേക്കും 48,827 ലെവലിൽ ട്രേഡ് ചെയ്യാൻ ഡോ ജോൺസ് ഫ്യൂച്ചർ. നിലവിൽ ഒരു സെല്ലിംഗ് പ്രഷർ US മാർക്കറ്റ്സ് നിലനിൽക്കുന്നുണ്ട്. S&P 500 നോക്കുകയാണെങ്കിലും നാസ്ഡാക്കിൽ അത് വിസിബിൾ ആണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ന്യൂട്രൽ ടു ബേറിഷ് എന്നുള്ള നിലയിലാണ് യൂറോപ്യൻ മാർക്കറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ SGX നിഫ്റ്റി അല്ലെങ്കിൽ ഗിഫ് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 75 പോയിന്റ്സ് ഡൗൺ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മേ ബി നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരിക്കും. ഒരു 80 പോയിന്റ്സിൻ്റെ അല്ലെങ്കിൽ 90 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് നമ്മുടെ മാർക്കറ്റിന് പ്രതീക്ഷിക്കാം. ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോൾ നിക്കി സ്ട്രേറ്റ് ടൈം സാംസങ് എല്ലാം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മോസ്റ്റ്ലി. ആൻഡ് നമുക്കിവിടെ കാണാം. അടുത്തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണ്. നിഫ്റ്റിയിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിഫ്റ്റി ഈസ് ബ്രേക്ക് അതായത് ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം ഓൾ ടൈം ഹൈയിൽ നിന്ന് ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു ചെറിയ ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ഏത് ഏരിയയാണ്? കുറച്ച് ദിവസമായി 25,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് സോണിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഏരിയ മാർക്കറ്റ് ബയേഴ്സിൻ്റെ കൺട്രോളിലാണ് എന്ന് നമുക്കിപ്പോൾ നിലവിൽ വിശ്വസിക്കാം. 25,000 എന്ന് പറയുന്ന സോൺ. അപ്പോൾ 25,000 മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഷോർട്ട് ടേം പെയിൻ നമുക്ക് അവസാനിക്കുമെന്നുള്ള കാര്യത്തിലാണ് നമ്മളൊരു പ്രതീക്ഷയോടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ്സ് ചാർട്ട് എടുക്കുകയാണ്. മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ നിന്ന് വിലയിരുത്താം. ഓക്കെ, സോ നിങ്ങൾക്ക് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഹെൽത്തിന് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പൊതുവായ ഹെൽത്തിന് ബെറ്റർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓവറോൾ 25,000 ഒരു ലോങ് വ്യൂ നമ്മൾ നിലനിർത്തണമെങ്കിൽ 25,000 എന്ന് പറഞ്ഞാൽ ഈ സോണ് മാർക്കറ്റ് നിലനിർത്തണം. അപ്പോൾ നമുക്കിവിടെ ഒരു മൈനർ ഇൻട്രാഡേ ലെവലിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കാണെങ്കിൽ 25,160 എന്ന് പറഞ്ഞ റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്യണം. ഇന്നത്തെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുമ്പോൾ പോലും മാർക്കറ്റ് 25,160 എന്ന് പറഞ്ഞ റേഞ്ച് ഹോൾഡ് ചെയ്യണം. ആൻഡ് കൂടുതൽ മൊമെന്റ്സ്, വലിയ വോളറ്റൈൽ ആയിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മേ ബി 25,422 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ ഒരു കാര്യം വിൽക്കുക, ബഡ്ജറ്റ് വരുന്നുണ്ട്. സോ യൂണിയൻ ബഡ്ജറ്റ് വരുന്നുണ്ട്. എന്തായാലും മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഓർമ്മ വെച്ച് വേണം ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്, അല്ലേ? അപ്പോൾ അത്രയും കൺട്രോൾഡ് പൊസിഷൻസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കാം. ബഡ്ജറ്റിനോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്നാലും ഒന്ന് കൺട്രോൾഡ് പൊസിഷനിൽ വയ്ക്കാം. ശേഷം ഇന്നലത്തെ സെയിം വ്യൂ നമുക്ക് മാർക്കറ്റിൽ തുടരേണ്ടതായതുകൊണ്ട് മാർക്കറ്റ് എവിടെ നിന്നാണോ ഒരു ബ്രേക്ക് ഡൗൺ തുടങ്ങിയത് ആ ഒരു ഏരിയ വരെ നമ്മൾ ക്രൂഷ്യലി നമ്മൾ ഉറപ്പുവരുത്തുക. വലുതായിട്ട് എക്സ്പോഷർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. 25,900 ഈ സോണിൽ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ നേരിട്ട് നമുക്ക് ആ സോണും മാർക്കറ്റിൽ ബ്രേക്ക് ആവുന്ന വരെ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക. ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത സോൺ ഈ ഒരു 25,630 എന്ന് പറയുന്ന സോണിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചാർട്ടിൽ പ്രോപ്പർലി വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഏരിയാസ് മാർക്കറ്റിൽ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സോൺ ബ്രേക്ക് ചെയ്യുക. 25,900 എന്ന് പറഞ്ഞാൽ ഈ സോൺ ബ്രേക്ക് ചെയ്താൽ മേ ബി മാർക്കറ്റിൽ ഒരു പ്രോപ്പർലി ഉള്ള ബൈയിങ് പ്രഷർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത നിഫ്റ്റി ബാങ്കും കൂടെ നമുക്കൊന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സോ നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു 1 ഡേ ചാർട്ട് ഞാൻ ആദ്യം ഇടുകയാണ്. 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം, എപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലെ ഒരു കുറച്ചുകൂടെ പ്രൈസ് ആക്ഷൻ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടമാണ് കാണാനായിട്ട്. ലൈക്ക് അതിൽ കുറച്ചും കൂടെ വിസിബിൾ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പ്രൈസ് ആക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 58,400 റേഞ്ച് എന്ന് പറയുന്നതായിരിക്കും ഒരു ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഹോൾഡ് ഓൺ ചെയ്ത് അപ്സൈഡ് പോയിരിക്കുന്നത്. നിലവിൽ മാർക്കറ്റ് എന്താ ശ്രമിക്കുന്നത്? വീണ്ടും ഓൾ ടൈം ഹൈ 60,500 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിലെ മാർക്കറ്റിലെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക. 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കുക. നിങ്ങൾ നോക്കുക, എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റംപ്റ്റിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട്. ആൻഡ് ഇൻട്രാഡേ ലെവലിലാണെങ്കിൽ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യണം. 59,580 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു അറ്റംപ്റ്റ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് ഒന്ന് നോക്കാം. ന്യൂസ് ബേസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ റിസൾട്ടുകൾ ഒരുപാട് കമ്പനികളിലുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് കമ്പനികളാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, മീഷോ, അജന്ത ഫാർമ, അശോക വെൽകോം, ആസ്റ്റർ DM, ആന്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ജിൻഡാൽ സ്റ്റീൽ, കെയ്സ് ഇന്റർനാഷണൽ, ലാൽപത് ലാബ്സ്, LIC ഫിനാൻസ്, നാഷണൽ അലുമിനിയം കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ബജാജ് ഓട്ടോ, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ പല കമ്പനികളിലെയും സെയിൽ. അപ്പം അങ്ങനെ പല കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. വെൽസൺ കോപ്പ് അടക്കമുള്ള കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുക. 31-ാം തീയതി സൺ ഫാർമസ്യൂട്ടിക്കൽസും, ഗെയിലും, BDL, വെൽറൈസ് ഇൻഡസ്ട്രീസ്, ഡെലിവറി, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, IDFC ഫസ്റ്റ് ബാങ്ക്, RR കബേൽ കമ്പനികളുടെ സ്റ്റഡ്സ്, ഫുജിയാമ പവർ സിസ്റ്റംസ്, സെൻ ടെക്നോളജീസ് എന്ന കമ്പനി റിസൾട്ടും വരുന്നുണ്ട്. സോ അപ്പോൾ ആ കാര്യത്തിൽ കെയർഫുൾ ആയിട്ടിരിക്കുക.
പിന്നെ ITCയുടെ റിസൾട്ട് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. 4,934 ക്രോസിൽ നിന്നും സ്ലൈറ്റ്ലി ഒരു ഡൗൺ 4,931 ക്രോസിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് സ്റ്റേബിൾ ആണ്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് വെഹിക്കലിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. RECയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു, പേടിഎം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റവന്യൂവും സ്റ്റേബിൾ ആണ്. ഓക്കെ, പേടിഎമ്മിനെ സംബന്ധിച്ച്. അപ്പോൾ സ്വിഗ്ഗിയെ സംബന്ധിച്ചാണെങ്കിൽ ലോസ് കുറച്ച് കൂടിയിട്ടുണ്ട്, 799 കോടിയിൽ നിന്ന് 1065 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ കോൾഗേറ്റിന്റെ ആണെങ്കിൽ 322.8 ക്രോസ് ആയിരുന്ന പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡൗൺ ചെറുതായിട്ട് പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. 22 കോടിയിൽ നിന്ന് 322 കോടിയിൽ നിന്ന് 323 കോടി സ്ലൈറ്റ് ആണ് ഉള്ളത്. റവന്യൂ ഇൻക്രീസും ഉണ്ടായിട്ടുണ്ട്. NTPC ഗ്രീൻ എനർജിയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, സ്ലൈറ്റ്ലി അല്ല കുറച്ചധികം കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ റവന്യൂ ഗ്രോത്തും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിജീനിന്റെയും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇഷ്യൂസ് നിലവിലുണ്ട്. പിന്നെ GE ഷിപ്പിങ്ങിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ്, അതായത് 593 കോടിയായിരുന്ന GE ഷിപ്പിങ്ങിന്റെ പ്രോഫിറ്റ് മോസ്റ്റ്ലി ഒരു 36.9% വർധനവോടുകൂടി 812 കോടിയിലേക്ക്. ഇപ്പം ടോട്ടലി ഒരു ബെസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്ന GE ഷിപ്പിങ്ങിലായിരുന്നു. അത് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ABDLന്റെ പോസിറ്റീവ് ആയിട്ട് റിസൾട്ട് ഉണ്ട്. കണ്ടെയ്നർ കോർപ്പറേഷന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉണ്ട്. MTAR ടെക്നോളജീസിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്. ഉഷ മാർട്ടിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോൾട്ടാസിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റോക്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മാർക്കറ്റിൽ മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോവുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഈ സ്റ്റോക്സിൽ ഉണ്ടാവും. ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസുകൾ മാർക്ക് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്താൽ ഇത് വലിയ ടെൻഷൻ എന്നുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ HALന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. HAL പവൻ ഹാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 10 ധ്രുവ് NG ഹെലികോപ്റ്റേഴ്സ് സപ്ലൈ ചെയ്യാനായിട്ടാണ് ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ JB കെമിക്കൽസിന്റെ കെമിക്കൽസിന്റെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നാരായൺ സറഫ് CFO ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിന്റെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കർണാടക പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് 146 കോടിയുടെ ഒരു 2 ഓർഡേഴ്സ് അവർക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിന് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റിൽ നല്ല ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം മാർക്കറ്റിൽ സ്റ്റേബിൾ ആവുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല മാർക്കറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്സ് ഇപ്പം വരുന്ന ദിവസങ്ങളിൽ ഞാൻ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്സ് റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള കൂടുതൽ ദിവസങ്ങളിൽ നല്ല സ്റ്റോക്സിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ നാളെ തൊട്ട് തന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ എന്താ പറയുക പൊസിഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൊന്ന് നമ്മളിപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, വിക്രാൻ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു എന്താണ് വിക്രാൻ എഞ്ചിനീയറിംഗിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ വിക്രാൻ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ടോട്ടലി ഒരു എന്താ പറയുക സെൽ ഓഫ് പോസിബിലിറ്റി മാർക്കറ്റ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു പുതിയ ടെറിട്ടറിയിലോട്ടൊന്നും പോയിട്ടില്ല, മാർക്കറ്റ് കൺസോൾട്ടേഷനിൽ നിൽക്കുകയാണ്. വിക്രാൻ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിക്രാൻ എഞ്ചിനീയറിംഗ് നമുക്ക് വന്ന സമയത്ത് തൊട്ടേ നമ്മൾ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നിലവിൽ IPO ബേസ്ഡ് സ്റ്റോക്കാണ്. 80 അല്ലെങ്കിൽ 80 റേഞ്ച്. ഓക്കെ, 80 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ബെറ്ററാണ്. ഇപ്പോൾ 80 ആണ് അതിൻ്റെ മേജർ ഡിമാൻഡ് ഏരിയ. അപ്പം 80 മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിൽ പുതിയ എൻട്രീസ് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ബ്രേക്ക് ഡൗൺ എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയക്ക് താഴെ പോവുകയാണെങ്കിൽ മേ ബി ഒരു നിങ്ങൾ ഈ ഒരു ഏരിയ നോക്കുക, ഈ ഒരു ഏരിയക്ക് താഴെ പോവുകയാണെങ്കിൽ മേ ബി കുറച്ചധികം ദിവസം ഒരു 70 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറിച്ച് ഈ ഒരു 80 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 100 പോയിന്റ്സ് അല്ലെങ്കിൽ 20-30 പോയിന്റ്സ് അപ്സൈഡ് പോകാനും പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും തൽക്കാലം വിക്രാൻ എഞ്ചിനീയറിംഗ് പോലുള്ള സ്റ്റോക്കുകളിൽ പെട്ടെന്ന് എൻട്രി എടുക്കേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം നല്ല കാര്യം. കാര്യം അതിലും നല്ല സ്റ്റോക്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. വേറെ പല സ്റ്റോക്സിലും നമുക്ക് എൻട്രി ആ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റോക്സിൽ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക. കാര്യം ഒരു ബ്രേക്ക് ഡൗൺ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ കുറച്ചുകൂടെ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്